ട്രംപ് അവധി പ്രഖ്യാപിച്ച് 5 ദിവസത്തെ ഇളവൊക്കെ നൽകി സമാധാനത്തിലേക്ക് പോകുന്നു എന്നൊക്കെ വാദങ്ങളൊക്കെ മുഴക്കിയെങ്കിലും ഇസ്രയേലിന് അതൊട്ടും സ്വീകാര്യമാകാത്തതുപോലെയാണ്. എങ്ങനെ സ്വീകാര്യമാവും? അവരുടെ നെഞ്ചത്ത് ഡിമോണയിൽ പറന്നിറങ്ങിയ റോക്കറ്റുകളും തകർത്ത കെട്ടിടങ്ങളും കാണുമ്പോൾ അങ്ങനെ പെട്ടെന്നങ്ങ് അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇസ്ഫഹാനിൽ അടിച്ചത് ഒരു പാചകവാതക പൈപ്പിൻ്റെ ലൈനിലാണ് അടിച്ചത്. അതിന് പകരം ഇറാൻ ഹൈഫയിലും അടിച്ചു. എന്നുവെച്ചാൽ ഇറാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ സമാധാന കരാറോ സമാധാന ഉടമ്പടിയോ ഒന്നും ഒരു മനുഷ്യന് വിശ്വസിക്കാൻ കഴിയുന്നതോ ബോധ്യപ്പെടുന്നതോ അല്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇറാൻ നിൽക്കുന്നത്. എന്തൊക്കെയോ രേഖകൾ ഈ അമേരിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നും അത് പരിശോധിച്ചു വരികയാണെന്നുമാണ് ഇറാൻ ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ച എവിടെയും നടക്കുന്നതായി അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കീലേരി അച്ചു പറഞ്ഞത് ഒരു പ്രധാനിയുമായി ചർച്ച നടക്കുന്നുണ്ടെന്നാണ്. അൽ ജസീറയും BBC-യും എല്ലാം ആ ചർച്ച നടക്കുന്നത് ആരുമായിട്ടാണെന്നറിയാൻ ഒറ്റാലുമായി തപ്പി ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റാലുമായി തപ്പി ഇറങ്ങി കിട്ടാഞ്ഞിട്ട് ഇപ്പോൾ BBC-യുടെയും അൽ ജസീറയുടെയും ഒക്കെ 1-2 ലേഖകർ നമ്മുടെ അപ്പുറത്തുള്ള ഒരു കണിയാരെ കാണാൻ വന്നിട്ടുണ്ട്, കണക്ക് വെച്ച് നോക്കാൻ. ആരാണ് മധ്യസ്ഥനായത് ഒന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഈ മധ്യസ്ഥനെ കിട്ടിയില്ലെങ്കിലും മധ്യസ്ഥത പറഞ്ഞിട്ടും തീരാതെയാണ് ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയത്. ആക്രമണം ഡീലാകുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. അങ്ങനെ ആക്രമണം ഡീലാകുന്നത് വരെ തുറന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ടെഹ്റാന് 350 കിലോമീറ്റർ അപ്പുറമുള്ള ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഉദ്യാന ഗ്രാമമെന്നറിയപ്പെടുന്ന ഇറാൻ്റെ ഏറ്റവും ചരിത്രപരമായ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പേർഷ്യൻ സംസ്കൃതിയുടെ അടയാളങ്ങൾ നിലകൊള്ളുന്ന ഇസ്ഫഹാനിൽ അടിച്ചത്. ഇസ്ഫഹാനിൽ ഗ്യാസ് ചേമ്പറിനാണ് അടിച്ചത്. പാചകവാതകത്തിലും ഇന്ധനത്തിലും എനർജിയിലും തൊട്ടാൽ അതേ നാണയത്തിൽ അടിക്കും എന്ന് ഇന്ന് ഇറാൻ തിരിച്ചു പറഞ്ഞതാണ്. ഏതായാലും തിരിച്ചടിച്ചതായുള്ള വാർത്തയൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം പുറത്തു വന്നു. ഇസ്ഫഹാനിൽ അടിച്ചതിന് പകരമായി ഹൈഫയിൽ വളരെ നന്നായി പൂശി ഇറാനും. ഹൈഫയിൽ സൈറനുകൾ തുടർച്ചയായി മുഴങ്ങിയെന്നും ഒരു സീരീസ് ഓഫ് അറ്റാക്ക് ഹൈഫയിൽ ഉണ്ടായെന്നും സ്ഥിരീകരിക്കപ്പെട്ടു. എന്നുവെച്ചാൽ അടിക്കുന്നതിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുത്താണ് ചർച്ച എന്ന് പറയുന്ന ട്രംപിൻ്റെ ആ തമാശയെ ഇറാൻ എടുത്തിരിക്കുന്നത്. ഏതായാലും അയച്ച പേപ്പറുകളെ സംബന്ധിച്ച് പരിശോധിച്ച ശേഷം ഇറാൻ നിലപാട് വ്യക്തമാക്കുമെന്നാണ് ഇറാൻ്റെ ഔദ്യോഗിക വിവരം ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്.